അത് ഇത്തരം കാര്യങ്ങളിൽ കർശനമായ നിലപാടെടുക്കൽ മാത്രമേ ഇതിന് ഒരു സീരിയസ്നെസ് അതിൽ കൊണ്ടുവരാനും ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല കൃത്യമായിട്ട് കുറ്റവിചാരണ നടത്തി ഭരണപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷമാകട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാവട്ടെ അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ലഹരി വിരുദ്ധ സമീപനങ്ങൾക്ക് ആത്മാർത്ഥതയുള്ളതായിരിക്കും. അല്ലെ തോമസിനെ ഈ പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിട്ട് തൽക്കാലം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആ വിഭാഗത്തിലുള്ള ആളുകൾ മറിച്ച് വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. അല്ല സുരേഷ് ഗോപിയുടെ വിജയമായിട്ട് ഞാൻ ഏവർക്കും നിലപാടിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. NCP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടിയാണ് നിലപാടിൽ നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. കളമശ്ശേരിയിൽ 2 കിലോ അതിലും കൂടുതൽ ഉള്ള അളവിൽ കഞ്ചാവ് പിടികൂടിയ സംഭവം നമ്മൾ അറിഞ്ഞു. ഒരു ക്യാമ്പസിൽ നിന്നാണ് ഇത്തരത്തിൽ ലഹരി വസ്തു പിടികൂടുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി സമാന രൂപത്തിലുള്ള ഒട്ടേറെ റെയ്ഡുകളും ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചുള്ള കുറ്റകൃത്യങ്ങളും എല്ലാം സമൂഹത്തിൽ വളർന്നു വരികയാണ്. ഈ പിടികൂടിയ ക്യാമ്പസിൽ നിന്നും നമ്മുടെ മന്ത്രി കൂടിയായ രാജീവിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ കൂടി മണ്ഡലത്തിൽപ്പെടുന്നൊരു കലാലയമാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ ഈ ക്യാമ്പസിലെ പൂർവ്വ വിദ്യാർത്ഥിയാണെന്നും അറിയുന്നു. എങ്ങനെയാണ് ഈ ഒരു റെയ്ഡിനെയും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെ അങ്ങ് നോക്കിക്കാണുന്നത്? ഈ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ഇന്നത്തെ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ കളമശ്ശേരിയിൽ പിടിച്ചതിൽ നിന്ന് അറിയുന്നത്, കാരണം ക്വാണ്ടിറ്റി അവിടുത്തെ ഒരു ഹോസ്റ്റൽ റൂമിൽ നിന്ന് ഇത്രയധികം ക്വാണ്ടിറ്റി പിടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സപ്ലയറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ ഉപയോഗിക്കുന്നവൻ്റെ ഏറ്റവും ചുരുങ്ങിയതായിട്ടുള്ള കൈവശം വെച്ചൊരു സാധനമല്ല പിടിച്ചിട്ട്, ത്രാസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും അല്ല. അപ്പം അതുകൊണ്ട് ഇലക്ട്രോണിക് വെയിങ് മെഷീൻ വരെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ ശ്രീ രാജീവിൻ്റെ മണ്ഡലം എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു കൂടി പറയുമ്പോൾ അദ്ദേഹം തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ തീർച്ചയായും ഈ വിഷയം വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് അല്ല, പാർട്ടി നോക്കിയിട്ടല്ല. ഇപ്പോൾ KSU ഒരാൾ അറസ്റ്റ് ചെയ്തു, SFIക്ക് 2 പേര് അതായത് അവർ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ ജാമ്യത്തിൽ വിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അത് ഇത്തരം കാര്യങ്ങളിൽ കർശനമായ നിലപാടെടുക്കൽ മാത്രമേ ഇതിന് ഒരു സീരിയസ്നെസ് അതിൽ കൊണ്ടുവരാനും ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല കൃത്യമായിട്ട് കുറ്റവിചാരണ നടത്തി അവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിലേക്ക് എത്തണം. അതിന് അദ്ദേഹം തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. അവിടുത്തെ MLA മാത്രമല്ല മന്ത്രിയും ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ഭരണപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷമാകട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാവട്ടെ അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ലഹരി വിരുദ്ധ സമീപനങ്ങൾക്ക് ആത്മാർത്ഥതയുള്ളതായി അങ്ങക്ക് തോന്നിയിട്ടുണ്ട്? ഒരിക്കലുമില്ല. എന്തെങ്കിലും പ്രശ്നം കാണുമ്പോൾ ഒരു സമരം നടത്തും, കുറച്ച് മുദ്രാവാക്യം വിളിക്കും, അല്ലെങ്കിൽ ജാഥ സംഘടിപ്പിക്കും എന്നതിനപ്പുറം ഇതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. കാരണം അവരതിനനുസരിച്ച് ഇത് തടയുന്നതിന് വേണ്ടി എന്ത് നടപടികളാണ് പിന്നീട് കൈക്കൊണ്ടിട്ടുള്ള ഒന്നും കൊണ്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ എന്നെ പറഞ്ഞു, ഞങ്ങളതിനു വേണ്ടി വളരെ കൃത്യമായി സ്കൂളുകളിൽ ഇൻവോൾവ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഇതിലേക്കുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 30-നുള്ളിൽ അത് ലോഞ്ച് ചെയ്യാണ്. കേരളത്തിലെ അടുത്ത വർഷം അധ്യയന വർഷം ജൂൺ മുതൽ എല്ലാ സ്കൂളുകളിലേക്കും ഇത് നടപ്പിലാക്കുന്നതിനുള്ളൊരു കാരണം ഞാൻ നേരത്തെ വിമുക്തിയുടെ കോർഡിനേറ്ററായിരുന്നു മലപ്പുറം ജില്ലയിൽ. ഒട്ടനവധി പ്രോജക്റ്റുകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി എന്ത് ആവശ്യമാണെന്നറിയാം. അത് രാഷ്ട്രീയ പാർട്ടിയുടെ NCPയുടെ കീഴിൽ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങ് മലപ്പുറം ജില്ലയിൽ വിമുക്തിയുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ പലതും സമാനതകളില്ലാത്തതാണ്. ഇവിടെ ഇതേ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്നും അങ്ങ് നേതൃത്വം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കുള്ള ദൂരവും കുറവാണ്. ഒരുപക്ഷെ 25 വർഷത്തിലേറെയായി കൊച്ചിയുടെ അക്ഷര വിദ്യാഭ്യാസം പകർന്ന അത്തരത്തിലുള്ള വലിയ സ്ഥാപനമായി നിലകൊള്ളുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു സ്ഥാപകൻ എന്ന നിലയിൽ അതിനപ്പുറത്തേക്ക് ഒരു പൊതുരംഗത്ത് സജീവമായി നിലനിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ലഹരി വിരുദ്ധ സമീപനങ്ങളെ അങ്ങയുടെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? 2-3 കാര്യങ്ങൾ ഞാൻ നേരത്തെ ഇപ്പോഴൊന്നൊരു 10-15 വർഷം മുമ്പ് എടുത്തുള്ളൊരു എഫേർട്ടിനെ പറ്റി പറയാം. അന്ന് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ അന്നത്തെ SFIയുടെ ചെയർമാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് ഒരു സുഹൃത്ബന്ധം കൂടി ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം
ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ. അപ്പം അന്ന് ആ കാലഘട്ടങ്ങളിൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ ഇത്തരം ഇതിനൊരു വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഈ തരത്തിൽ കണ്ടാൽ ഉടനെ തന്നെ റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അന്ന് ചില ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കിലെല്ലാം സിറിഞ്ചസ് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയും ഞാൻ അന്ന് കളമശ്ശേരി അന്നത്തെ CA വിളിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ പ്രത്യേകമായിട്ടൊരു ഇത് അതിൻ്റെ പിന്നിലുള്ള ആളെ കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനുശേഷം 15 വർഷം മുമ്പ് കൊച്ചി യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് ഇത്ര മാരകമായിട്ട് ഇത്രയധികം ആളുകൾ ഈ ഇതിൻ്റെ ഉപയോഗത്തിൽ എത്തിയിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അത് തടയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു 8-10 കൊല്ലം മുൻപ് ടീച്ചേഴ്സിന് ഇത് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവർ സ്ഥിരമായിട്ട് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. ചില കുട്ടികളുടെ പഠിത്തത്തിലും അതുപോലെ തന്നെ അവരുടെ ഈ സ്വഭാവങ്ങളിലുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ അത് അവിടുത്തെ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് നേരെ ഡയറക്ടറെ ഇത് ചെയ്തു. അങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ചൊരു ഇത് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇടപെടുകയുണ്ടായി. അപ്പോൾ ശ്രദ്ധിച്ച പറഞ്ഞാൽ ഇടയ്ക്കുള്ള ഇൻ്റർവ്യൂവിന് ഒരു ബൈക്ക് എടുത്ത് പുറത്ത് പോകുന്നുണ്ട്. അതെ. അങ്ങനെ അത് എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്ത് തന്നെ ചില ആളുകളെ ഏൽപ്പിച്ചു. ഇവരെവിടെ പോകുന്നു, എന്ത് പോകുന്നു, ആ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അത് യൂണിവേഴ്സിറ്റി ബാക്ക് സൈഡിലൊരു ലോഡ്ജിലാണ് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവർക്ക് ആ സമയമാകുമ്പോൾ ഡ്രഗ്സിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്ക് ഇവരും പോകുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു, ഗേറ്റ് അടച്ച് ഇത്തരത്തിൽ ഒരാളും പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പിന്നീട് വരാതെ എൻ്റെ പാരൻറ്റിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. മനസ്സിലായി? മാത്രമല്ല അന്നും പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ സ്ഥലത്ത് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ ഇതിന് കൃത്യമായി നടപടികൾ എടുക്കാനായിട്ടുള്ള അതിന് കഴിയും. പക്ഷേ എന്ത് ചെയ്യുന്നു, ഈ അവിടുത്തെ അധ്യാപകർ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനായിക്കോട്ടെ അവർക്ക് പേടിയാണ്. അത് അവർക്ക് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകും എന്നുള്ളതുണ്ട്. അതിന് കാരണമുണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ, ഇപ്പോൾ കണ്ണൂർ കാസർഗോഡൊപ്പം ഒരു വീട്ടിൽ കയറി തല്ലിയ പ്രശ്നം ഉണ്ടായല്ലോ, ഒരാളോടും അറിയിക്കാൻ പാടില്ല എന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ഇവർക്ക്. ഇന്ന ആളാണ് റിപ്പോർട്ട് ചെയ്തുമ്പോൾ ആ വീട്ടിൽ കയറി അമ്മയും മകനെയും തല്ലിയ സംഭവം അടുത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗവൺമെൻറ്റിന് വലിയ റോളുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും അവരൊന്നിച്ചുകൊണ്ട് കാര്യമായ ഒരു നടപടിക്ക് പോയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ട് തരുന്നവരുടെ ഡീറ്റെയിൽസ് പോലും വളരെ കൃത്യമായി സൂക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലും ഏതിലും എങ്ങനെ വിളിച്ച് പറയും? മനസ്സിലായോ? ഇതാണ് അതിൽ സംഭവിക്കുന്നത്. ഇവിടെ NCP-S-നെ സംബന്ധിച്ച് ഇതുവരെയും പേരും നാളും നക്ഷത്രവും ഒന്നും തീരുമാനിക്കപ്പെടാത്ത ദേശീയ തലത്തിൽ ശരത് പവാറിനൊപ്പം നിൽക്കുന്നതെന്ന് പറയുന്ന ആളുകൾ ഇവിടെ അവരധികാരത്തിന് വേണ്ടിയാണെന്ന് പൊതുവെ പറയപ്പെടുന്നു. അവരുടെ സംസ്ഥാന പുതിയ അധ്യക്ഷനായിട്ട് തോമസ് കെ തോമസ് ചുമതലയെടുക്കുന്ന ചടങ്ങിൽ നിന്നും PC ചാക്കോ വേദിക്ക് അടുത്തുവരെ വന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തോമസ് കെ തോമസ് MLA-യോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്, അദ്ദേഹം പോയെങ്കിൽ. ചാക്കോയോട് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറയുകയും ചെയ്തു. പുള്ളിയുടെ രാഷ്ട്രീയ ഭാവിയും ഒന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചാക്കോ കേരളത്തിലേക്ക് വരുന്നത് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 6 മാസത്തോളം രാഹുൽ ഗാന്ധിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് പോലും നൽകിയില്ല, ഒരു അവഗണിക്കപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം അവിടുന്ന് പുറത്തോട്ട് വരുന്നത്. കാരണം കിട്ടാനുള്ളതെല്ലാം കിട്ടിയ അവസാന സ്റ്റേജ് വരുമ്പോൾ അദ്ദേഹത്തെ തഴയപ്പെട്ട ഒരു ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പണ്ട് മുതലേ ഈ മറ്റേ പവാറുമായി വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അദ്ദേഹത്തിനുണ്ട്. അത് കോൺഗ്രസ്സിൽ നിൽക്കുമ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് പോയിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ഒരു ഇതിലാണ് അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നാൽ ഒരു സീറ്റ് എങ്ങനെയെങ്കിലും, പഴയ LDFൻ്റെ കൂടെ കോൺഗ്രസ് S ആയിരിക്കുമ്പോൾ ഇവിടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ബന്ധങ്ങൾ വീണ്ടും റിവൈവ് ചെയ്യാം എന്ന ഒരു മനസ്സിലതും മാത്രം തോമസ് മാഷിനെ പോലുള്ള ആളുകളെ പ്രത്യേകിച്ച് LDF കാര്യമായിട്ട് ഏറ്റെടുത്ത ആ ഒരു ഇതും കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് വീണ്ടും ഒരു LDFൻ്റെ ഇതിൽ ഒരു പാർലമെൻറ്റ് സീറ്റിൽ മത്സരിച്ചുകൊണ്ട് പോകാമെന്നുള്ള ചിന്തയിൽ അദ്ദേഹം വന്നത്. അത് നടക്കില്ല എന്ന് വന്നപ്പോഴാണ് അദ്ദേഹം പിന്നീട് എന്തായി, ദേശീയ തലത്തിൽ പവാറിനോട് സംസാരിച്ചുകൊണ്ട് ഒരു ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റിന് മഹാരാഷ്ട്രയിൽ രാജ്യസഭാ സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ NCP-S-ൻ്റെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹം അത് കണ്ടുകൊണ്ടാണ് ആ സ്ഥാനം ഏറ്റെടുത്തത്. പക്ഷേ അദ്ദേഹത്തിന് അത് വിനയയുടെ. കാരണം എന്താണെങ്കിൽ ശശീന്ദ്രനും കൂട്ടരും അവസാനം ഞങ്ങൾ പാർട്ടി വിട്ടു പോകും, ഇല്ലെങ്കിൽ ചാക്കോ
അവിടെ നേതൃസ്ഥാനത്ത് ഓൾറെഡി വർക്കിംഗ് പ്രസിഡൻ്റാണ്, നാഷണൽ വർക്കിംഗ് പ്രസിഡൻറ്റ്. അപ്പോൾ പിന്നെ ഇതിനവിടെ പ്രശ്നമായിരിക്കുന്നത്. തോമസ് ഈ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ മന്ത്രിസ്ഥാനം കൊടുക്കാൻ കഴിയില്ല, അതിന് പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ വിട്ടുപോകും, അല്ലെങ്കിൽ തോമസിനെ ഈ പറയുന്ന സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിട്ട് തൽക്കാലം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഫോമുല ശശീന്ദ്രനാണ് അവതരിപ്പിക്കുന്നത്. ആ ഫോമുലയിൽ അവസാനം വർക്ക് ചെയ്യാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തിനോട് പോകേണ്ടി വരുന്നത്. അതായത് ഈ സ്ഥാനം മാറിക്കൊണ്ട് അപ്പോൾ സ്വന്തം ഇഷ്ടത്തിനല്ല പോകുന്നത്. കാരണം എന്താണെങ്കിൽ രണ്ട് കാരണം, അദ്ദേഹത്തിന് ഇപ്പോൾ ഈ മഹാരാഷ്ട്ര രാജ്യസഭയുടെ ചാൻസ് കഴിഞ്ഞു. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ പാർട്ടിയുടെ ഒരു സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ പല മെച്ചങ്ങളുണ്ട്. ഇപ്പോൾ 3 വർഷം കൂടുമ്പോൾ മാറുന്ന ചെയർമാൻഷിപ്പുകളുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം പോലത്തെ പലതും 3 വർഷമാണ് കാലാവധി. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ അതിനൊക്കെ വരുമാനമുണ്ട്. PSC വിറ്റതിൻ്റെ കണക്ക് നമുക്കറിയാലോ. അപ്പോൾ അത് നിലനിർത്തി പാർട്ടി നടത്തിക്കൊണ്ടവൻ ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നുണ്ടാ ഇത്തരത്തിലുള്ള ഈ ചെയർമാൻഷിപ്പും ബാക്കിയും കിട്ടുമ്പോൾ അതൊക്കെ വിറ്റുകൊണ്ട് ആ പൈസ കൊണ്ടാണ് പാർട്ടി നടത്താൻ എന്നുള്ള നിലയ്ക്കും സ്വന്തം ചെലവുകളും എല്ലാം നടത്തിക്കൊണ്ടുവന്നു. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, NC പറയുന്നത്, ഇതിനൊരു മാറ്റം വേണം. ഏത് ഈ മുന്നണി സംവിധാനത്തിൽ ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്ന വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന കോർപ്പറേഷനും ബാക്കിയുള്ള ചെയർമാൻ ബാക്കിയൊക്കെയുള്ള ആ സിസ്റ്റത്തിന് മാറ്റം വരണം എന്നുള്ളത് ഞങ്ങൾ ഉന്നയിക്കാൻ കാരണം അതുകൊണ്ടാണ്. ഇത് മുന്നണിക്കകത്ത് നിൽക്കുന്നവർക്ക് പറയാനുള്ള ഒരു കഴിവില്ല, പറയാൻ കഴിയില്ല, ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതും കൂടി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ നഷ്ടപ്പെടലിന് ഉത്തരവാദി ആരാ? ശശീന്ദ്രനും തോമസുമാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തെന്താ? സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള എനിക്ക് ആ ബുക്കുകൾ മാത്രം തോമസിനെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അതെ, നിരാശനാണ്. അതെ. അങ്ങനെ വരുമ്പോഴും മറ്റൊരു ചോദ്യം, അതായത് സാങ്കേതികമായി ഇപ്പോഴും തോമസിനും ശശീന്ദ്രനും ഒക്കെ മുകളിൽ തന്നെയല്ലേ PC ചാക്കോ എന്ന ദേശീയ വർക്കിംഗ് പ്രസിഡന്റ്? അല്ല, ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനമുണ്ട്. എന്താ കാര്യമുള്ളത്? സ്ഥാനമുണ്ടെങ്കിൽ തോമസ് ചാർജ് എടുത്ത് ഉടനെ ചെയ്തെന്താ? PC ചാക്കോ ഇവിടെ വന്ന് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള KR രാജനെ, അദ്ദേഹമായിരുന്നു സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി, ആ നിമിഷം മാറ്റിക്കൊണ്ട് തോമസിൻ്റെ വിശ്വസ്തനായ മാത്യൂസ് ജോർജിനെ ഉടൻ തന്നെ നിയമിച്ചല്ലോ. അപ്പോൾ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് എന്താ കാര്യമുള്ളത്? സംസ്ഥാന പ്രസിഡൻ്റല്ലേ ഇവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു, അതിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വളരെ സീനിയറായിട്ടുള്ള പീതാംബരം മാഷില്ലേ, പീതാംബരം മാഷ് ചാക്കോ എങ്ങനെയാണ് പുറത്തിരുത്തിയത്? അത് തിരിച്ചു വരികയാണ്. അതാണിപ്പോൾ അന്ന് എന്തായിരുന്നു പീതാംബരം മാഷ് അനുഭവിച്ചത്, ആ അനുഭവം ഇപ്പോൾ ചാക്കോയ്ക്കും ലഭിച്ചു. ഇത് തീർച്ചയായിട്ടും ഇത് മാറി കൊണ്ട് നമ്മൾ ചെയ്തതിൻ്റെ ഗുണം നമുക്ക് തന്നെ അനുഭവിക്കാതെ പറ്റില്ലല്ലോ, വന്നിരിക്കുന്നു. ഇനി നമ്മൾ CPM-ലേക്ക് പോവുകയാണെങ്കിൽ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നതാണ് ഇവിടുത്തെ മാധ്യമങ്ങളാകട്ടെ പല ആളുകളും പറഞ്ഞത്. എന്നാൽ വലിയ പൊട്ടലും ചീറ്റലും ഒന്നുമില്ലാതെ സമ്മേളനം കഴിഞ്ഞു. ചെറിയ വിമതസ്വരങ്ങളാണ് പലയിടത്തും. എങ്ങനെയാണ് വലിയ കാഹളം ഉണ്ടാകുമെന്ന് പറഞ്ഞ വിമതസ്വരങ്ങളെ എങ്ങനെയാണ് ഇല്ലാതാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാവുക? തുടക്കത്തിലുള്ള 1-2 സമ്മേളനങ്ങളായിരുന്നു ഇത്തരത്തിൽ അല്പം പൊട്ടലും ചീറ്റലും ഉണ്ടായത്. പക്ഷേ അതിനുശേഷം വന്ന സമ്മേളനങ്ങളിലെല്ലാം പിണറായി ഫുൾ ടൈം ഇരുന്നുകൊണ്ട് അതിന് മാനേജ് ചെയ്തു. നമ്മൾ ഇപ്പോൾ മുൻകാലങ്ങളിൽ പാലക്കാട് മലപ്പുറം സമ്മേളനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെതായിട്ടുള്ള ചർച്ചകളും അതെല്ലാം പുറത്തു വന്നിരുന്നു. 2 വിഭാഗങ്ങളായി നിന്നുകൊണ്ട് തോൽപ്പിക്കലും മത്സരവും ഇതെല്ലാം നടന്നിട്ടുള്ള സമ്മേളനങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തത വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും അത്തരത്തിൽ സമ്മേളനങ്ങളെന്ന് പറയുമ്പോൾ അവിടെ തുറന്നു പറയാനുള്ള ആർജവം കാണിക്കുന്ന അണികളുണ്ടാവണം, നേതാക്കന്മാരുണ്ടാവണം. അത് നഷ്ടപ്പെടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എന്താ? ഏകാധിപത്യം ആ പാർട്ടിക്കകത്ത് നിലവിൽ വന്നു എന്നതിൻ്റെ സൂചനയാണ്, മറ്റൊന്നുമല്ല. വളരെ വ്യക്തമാണത്. മനസ്സിലായോ? അപ്പോൾ ഒരു വ്യക്തി എല്ലാം കൈയടക്കി എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനയാണ് അത് നൽകുന്നത്, മറ്റൊന്നുമല്ല. മറ്റൊരു ചോദ്യം, CPM-മായി ഏറെക്കാലമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാവാണല്ലോ G. സുധാകരൻ. അതോടൊപ്പം തന്നെ CPI നേതാവായ ദിവാകരനും കഴിഞ്ഞ ദിവസം KPCC സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അവർ പങ്കെടുത്തതിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമാനം നൽകേണ്ടതുണ്ടോ? അല്ല, രാഷ്ട്രീയമാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ദിവാകരനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ CPIയുടെയിലും ഈ പ്രശ്നങ്ങളുണ്ടല്ലോ. അവർക്ക് വല്യേട്ടൻ്റെ ഇതിൽ നിന്ന് അപ്പുറം വിട്ടുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പലപ്പള്ളി കേസിൽ തന്നെ അവർ നിസ്സഹായരല്ലേ. പുറത്ത് പറഞ്ഞു എന്നുള്ളതല്ലാതെ ബിനോയ് വിശ്വം എന്തോ പുറത്ത് പറഞ്ഞു അല്ല, അപ്പുറമുള്ള യാതൊന്നിരിക്കും പോയിട്ടില്ലല്ലോ. അപ്പോൾ ദിവാകരനെ സംബന്ധിച്ച് അദ്ദേഹം ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായ നിലപാടുള്ള ഒരാളാണ്. പക്ഷെ ആ നിലപാട് ഒറ്റയ്ക്ക് നിന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ ഈ പാർട്ടി CPI മുന്നോട്ട് പോകുന്ന ആ നിലപാടിലും ബാക്കിയിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്. അപ്പോൾ അത്
തീർച്ചയായും പുറത്ത് പറയാനും പറ്റാത്തൊരു അവസ്ഥയിലാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. പ്രതിപക്ഷത്താണെങ്കിൽ കുറച്ച് നന്നായിട്ട് പറയാമായിരുന്നു. അപ്പോൾ അത് തുറന്ന് പറയാൻ അദ്ദേഹം ഇപ്പോൾ KPCC ഒരു ഇത് വിളിച്ചപ്പോൾ അതും കൂടി കണ്ടറിഞ്ഞുകൊണ്ടാണല്ലോ അവർ വിളിക്കുന്നത്, അല്ലാത്തൊരാളെ ഇതില്ലല്ലോ. തീർച്ചയായിട്ടും അതിൽ പങ്കെടുത്തു. സുധാകരൻ്റെ കേസും അത് തന്നെയാണ്. അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി ഒരു കാലത്ത് നമുക്ക് അച്യുതാനന്ദൻ്റെ ഏറ്റവും റൈറ്റ് ഹാൻഡായി നിന്നിരുന്ന ആൾ അദ്ദേഹമാണ്. അതിനു മുമ്പ് ഒരിക്കലും എറണാകുളം പോലും ആലപ്പുഴയിൽ സുധാകരൻ്റെ മാറ്റത്തിന് ശേഷമാണ് എറണാകുളം പോലും മാറിയിട്ടുള്ളത്. പല ജില്ലകളും അന്ന് മാറാൻ കഴിഞ്ഞില്ല. അപ്പം സുധാകരൻ്റെ അടുത്തുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഗ്രൂപ്പിസത്തിൽ ഇവർക്ക് മുൻകൈ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം സുധാകരനെ പോലും ഒതുക്കിയിരുന്നത് മറ്റൊന്നുമല്ല, സുധാകരൻ ഇതുപോലെ തന്നെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുള്ള അയാൾ നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഏത് കാര്യങ്ങളും അദ്ദേഹം ഇപ്പോഴും CPM വിട്ടിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയം വിട്ടിട്ടോ അയാൾ പോയിട്ടില്ല. തിരുത്തലുകളും മാറ്റങ്ങളും വേണ്ടതിനെ പറ്റി അദ്ദേഹം പറയുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ രണ്ടാളും പങ്കെടുത്തത് അവർ കൃത്യമായി അവർക്ക് വിങ്ങി പൊട്ടുന്നുണ്ടുള്ളിൽ തീർച്ചയായും അത് എവിടെയെങ്കിലും പറയണം. അതിനുള്ള വേദികൾ സ്വന്തം പാർട്ടി നൽകില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന വേദിയിൽ പോയി പറയുന്നത്. അതിനപ്പുറം അവരൊന്നും ഒരു കോൺഗ്രസ്സിലേക്ക് പോകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അവരുടെ വ്യക്തിത്വം അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകളുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണെന്ന് അവർക്കൊപ്പമുള്ള ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് ലീഗ് പോലും, ലീഗിനെ സംബന്ധിച്ച് ഇനിയും അധികാരത്തിന് പുറത്തു നിൽക്കുക എന്ന് പറയുന്നത് ലീഗിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എളുപ്പത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയുന്ന കാര്യവുമല്ല. അങ്ങനെ വരുമ്പോൾ ലീഗ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ നേരിട്ട് കാണുകയും അവരോട് ആവശ്യപ്പെട്ടൊരു കാര്യം പ്രിയങ്ക ഗാന്ധിയെ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഏൽപ്പിക്കണമെന്നാണ്. ഇവിടുത്തെ കേരളത്തിൽ ഒരു നേതാക്കന്മാർ നയിച്ചാലും കോൺഗ്രസ് രക്ഷപ്പെടാത്ത അവസ്ഥയാണോ? പ്രിയങ്ക തന്നെ വരേണ്ടി വരുമോ? അല്ല, അതിലെ വിഷയം എവിടെയെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള നിലപാടുകളിലുള്ള മാറ്റം വേണമെന്നുള്ളതാണ്. അതാണ് വ്യക്തമായിട്ട് അവർ തൽക്കാലം എന്താണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇന്നർ പൊളിറ്റിക്സുള്ള പ്രശ്നങ്ങൾ, നേതാക്കന്മാർ തമ്മിലുള്ള അടി, അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ നിന്ന് തന്നെ MP ആയിട്ടുള്ള പ്രിയങ്കനെ ഏൽപ്പിച്ചാൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ബാക്കിയുള്ളവർ എടുക്കുമെന്നുള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അടുത്തൊരു ഭരണമില്ലെങ്കിൽ മുസ്ലിം ലീഗ് തകരും, ഒരു സംശയം വേണ്ട. ഇപ്പം തന്നെ അണികൾ വലിയ വിഷമങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ളത് വരുന്നത്. പക്ഷേ വാസ്തവത്തിൽ കോൺഗ്രസ്സിൽ വേണ്ടത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് ഖാർഗെ, അദ്ദേഹമല്ലേ ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്, അല്ലാതെ രാഹുൽ ഗാന്ധി അല്ലല്ലോ. രാഹുൽ ഗാന്ധി ഒരു MP മാത്രമാണ്, മനസ്സിലായോ? മാത്രമല്ല ഇവിടെ ഭരണം കൈയാളുന്നതെല്ലാം ഈ പറയുന്ന ഡിസിഷൻ മേക്കിങ്ങും അവിടെ ദേശീയ പ്രസിഡന്റ് അല്ല. അദ്ദേഹത്തിന് കഴിവുണ്ട്, ഖാർഗെ കഴിവുണ്ട്, പല കാര്യങ്ങളും ഇടപെടുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് 23 നേതാക്കൾ ഒപ്പിട്ടുകൊണ്ട് ഒരു ലെറ്റർ കൊടുത്തിരുന്നു. അതിൽ പലരും പുറത്തുപോയി. ആസാദിനെ പോലുള്ള ആളുകൾ വേറെ പാർട്ടി ഉണ്ടാക്കി പുറത്തുപോയി. പലരും ഇപ്പോഴും അതിൽ ചിദംബരത്തിന് പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ മണിശങ്കർ അയ്യരെ പോലുള്ള ആളുകൾ, വ്യത്യസ്തമായ ഒട്ടനവധി കഴിവുള്ള നേതാക്കന്മാരുണ്ട്. അവർക്കൊന്നും ഇന്ന് റോളില്ല. അവരെന്നാൽ എവിടെ പോവാതെ ഇതിൽ തന്നെ നിൽക്കുന്ന ശശി തരൂരാണെങ്കിലും അദ്ദേഹം ഒപ്പിട്ടലുണ്ട്. പക്ഷേ ഇതുമായി ചേർന്ന് ഇപ്പോഴൊരു MP എന്നുള്ള എനിക്ക് അദ്ദേഹം മൂവിയാണ്. ഞാൻ പറയുന്നത് ഒരു പാർട്ടിക്ക് തീർച്ചയായും അതിൽ അത്തരം പ്രശ്നങ്ങളിൽ കഴിവുള്ള ഒട്ടനവധി നേതാക്കന്മാർ അതിലുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ചുമതല ദേശീയ പ്രസിഡന്റാണ്. അത് ഖാർഗെ കൃത്യമായിട്ട് അത് വിനിയോഗിക്കുകയാണെങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് ഇനിയും രക്ഷയുള്ളൂ. കാരണം ഇത്തരത്തിൽ ഈ ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായിട്ട് BJPയിൽ നിന്നുള്ള ഇത്രയും ഇത് വരുമ്പോൾ, ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് അത്രയും അനുഭവിക്കേണ്ടി വരുമ്പോൾ, ഇപ്പുറത്ത് അതുപോലെ സ്ട്രെങ്ത്ത് കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പാർട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്. അതിലേക്ക് കോൺഗ്രസ് എത്തിയാൽ മാത്രമേ ഇവിടെ വിജയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കേരളത്തിലും അടുത്തൊരു ഇത് കഴിഞ്ഞാൽ അറിയാം നമുക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക ചെറുതല്ല, വാസ്തവമാണ്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി തടയപ്പെട്ടത് ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തല്ല, നമ്മുടെ കേരളത്തിലാണ്. സംഘപരിവാറിനെതിരെ എല്ലാ കാലത്തും പ്രതിരോധം സൃഷ്ടിക്കുന്ന ആക്കം കൊള്ളുന്ന അതേ കേരളത്തിൽ തുഷാർ ഗാന്ധിയെ ഇത്തരത്തിൽ തടയപ്പെടുമ്പോൾ അതിനോട് അങ്ങയുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? സംഘപരിവാറിൻ്റെ ഇതെടുക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും ഞാൻ കാണുന്നില്ല. കാരണം എന്താണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഘാതകരായിട്ടുള്ള ആളുകൾ തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനെയും ഇപ്പം തടഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്നതിനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, മനസ്സിലാവും. പിന്നെ കേരളത്തിൽ അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ
BJP പല നിലയ്ക്ക് ശ്രമിച്ചിട്ടും കേരളത്തിലെ ഒരു വിജയിക്കാനായിട്ടുള്ള, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു വിജയം എന്ന് പറയുമ്പോൾ അത് വേറെ നിലയ്ക്കുള്ള കോൺഗ്രസിനെ പറ്റിയിട്ട് ചെറിയ തെറ്റുകളാണ് അവിടെ. മനസ്സിലായോ? പ്രതാപൻ ആദ്യം പ്രഖ്യാപിച്ച അയാൾ പോസ്റ്റർ എഴുതിയിട്ട് പിന്നീട് ഒരാളെ കൊണ്ടു വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വിഭാഗത്തിലുള്ള ആളുകൾ മറിച്ച് വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. അല്ല, സുരേഷ് ഗോപിയുടെ വിജയമായിട്ട് ഞാനത് കാണുന്നില്ല, BJPയുടെ വിജയമല്ല. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൽ പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള മുകളിൽ നിന്ന് പ്രഷേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ചില ആളുകൾ, സംഘപരിവാറിൻ്റെ ആളുകൾ ചിന്തിക്കുന്ന എന്താ, അവിടെ ഉത്തരേന്ത്യയിലെല്ലാം ഇത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് പല പ്രശ്നങ്ങളിലൂടെ ആളെ കൊന്നിട്ടും ചവിട്ടിയിട്ടും തല്ലിയിട്ടും അല്ലെങ്കിൽ ബീഫ് വിഭാഗത്തിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ളതിലും അവർ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാലും വീടിടിച്ച് നിർത്തിയിട്ടും, ഞാൻ പറയുന്നത് വളരെ അത്തരത്തിൽ ഉപദ്രവിച്ചുകൊണ്ട് ആളുകളുടെ ഉള്ളിൽ ഭീതി ജനിപ്പിച്ചുകൊണ്ടാണ് പലയിടത്തും അത്തരത്തിൽ ഈ പറയുന്ന പാർട്ടിക്ക് വളരാനും പിടിച്ചെടുക്കാനും കഴിയുള്ളത്. അവന് അവസാനം അതുകൂടി നോക്കാമെന്നുള്ളതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എല്ലാവർക്കും വ്യക്തമായ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. അതെ, മനസ്സിലായി, ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കേരളത്തിൽ ഇന്നേ വരെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. മാത്രമല്ല, ഇപ്പോൾ PC ജോർജിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ എന്തും പറയാമെന്നുള്ള നിലയ്ക്ക് എത്തിയിട്ട് ഒരു സൈഡ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരമുറയുടെ ഭാഗമായിട്ടാണ് ഇത് കേരളത്തിൽ വരുന്നത്. പക്ഷേ കേരളത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് വരുന്നവരാതുകൊണ്ട് അതിന് യാതൊരു വിലയുമില്ല, അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെടും. അവിടെ മാത്രമേ ഇത് നിർത്താൻ കഴിയുള്ളൂ അവർക്ക്. ആരോ പറഞ്ഞു കേട്ടതാണ് ഈ തൊഴിലിടങ്ങളിലെ സമ്മർദ്ദമൊക്കെ ലഹരി ഉപയോഗത്തിലേക്ക് വഴിവെക്കുന്നതാണ്. ഇപ്പോൾ അങ്ങയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടേറെ വ്യാവസായിക സംരംഭങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരാളാണ്. അതോടൊപ്പം തന്നെ ഒട്ടേറെ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രമുഖ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നായകത്വവും അങ്ങ് ഏറ്റെടുക്കുന്നുണ്ട്. അതേസമയം തന്നെ സിനിമ പോലെയുള്ള മറ്റ് സാംസ്കാരിക മേഖലകൾ ഒരു നടനായും നിർമ്മാതാവ് അത്തരത്തിലൊക്കെ അങ്ങ് ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ ലഹരി ഉപയോഗത്തിലേക്ക് വഴിമാറുന്നു എന്നൊരു പ്രസ്താവന അതൊരു കാപട്യമല്ലേ? ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് സന്തോഷം തരുന്ന ഇതൊക്കെ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അതേസമയം നമുക്കൊരു വളരെ വിഷമഘട്ടത്തിലൊരിത് വരുമ്പോൾ നമുക്ക് മനസ്സിൽ വിഷം വരുന്നുണ്ട്, നമ്മൾ കരയുന്നുണ്ട്, അല്ലേ? നമ്മുടെ ഈ പൊട്ടിക്കരഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ തേങ്ങലുകളും കണ്ണുന്ന ചിലപ്പോൾ വെള്ളം വരാം. ഇതെല്ലാം എല്ലാ മനുഷ്യരിലും ഈ കെമിക്കൽ റിയാക്ഷൻസ് എല്ലായിടത്തുണ്ട്. മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളൊരു കഥ പറയുകയുണ്ടായി ഇതുമായി, ഡ്രഗ്സിൻ്റെതുമായിട്ട്. അപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നതിൽ ടെക്നിക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് ലഹരിക്ക് ഇനി കഞ്ചാവ് വേണ്ട എന്ന് പറഞ്ഞുള്ളൊരു കഥ അദ്ദേഹം പറയണ്ടായി. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ എല്ലാ ലഹരിയുമുണ്ട്, എല്ലാ ലഹരിക്കും വെച്ചാൽ നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മളൊരു സങ്കടകരമായത് കേൾക്കുമ്പോൾ നമ്മൾ കരയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് അപ്പം തന്നെ എന്നോട് പറഞ്ഞു, ഒരു പുളി, അദ്ദേഹം സാധാരണ കുട്ടികൾക്ക് ചെയ്യുന്നൊരു ടെക്നിക്കാണെന്ന് പറഞ്ഞു. ഒരു പുള്ളിയുടെ പീസ് എടുത്തുകൊണ്ട് ആ പുളി അദ്ദേഹം കുട്ടികളോട് ആദ്യം തന്നെ എല്ലാവർക്കും ഒരേ പുള്ളിയുടെ പീസ് കൊടുക്കും, എന്നിട്ട് അതിനെ പൊളിക്കാൻ പറയും, അതിൻ്റെ അത് കളയാൻ പറയും. അപ്പോൾ ഓരോ ഇതിലും അദ്ദേഹം പറയുന്ന കുട്ടികളെല്ലാം ചെയ്യണം. അങ്ങനെ അത് പൊളിച്ചു. പൊളിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കുരുടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം പറയും പതിയെ നാവിൻ്റെ തുമ്പത്തൊന്ന് വയ്ക്കാൻ പറയും. അപ്പോൾ തുമ്പത്ത് വയ്ക്കും, അതൊന്ന് എടുക്കാൻ പറയും, എന്നിട്ട് വീണ്ടും അതിനെ വായിലിടാൻ പറയും. കഴിക്കുന്നില്ല. അപ്പം ഇത് കേൾക്കുന്ന നമുക്ക് തന്നെ അപ്പോൾ വായയിൽ വെള്ളമൂറുന്നുണ്ട്. അതെ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇത് പറയുമ്പോൾ നമുക്ക് കാരണം എന്താ, ഓൾറെഡി ആ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ വരികയാണ്. അതെ. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരാൾ മാങ്ങ കഴിക്കും, പുളിമാങ്ങയിൽ അയാളുടെ പുളിയുടെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കിവിടെ വെള്ളമൂറും. മനസ്സിലായി? ആ സ്ഥലം ഞാൻ പറയുന്നത് ഈ കെമിക്കൽ റിയാക്ഷൻ ശരിക്കും മനുഷ്യനിലുണ്ട്. ഇപ്പോൾ ഞാൻ വളരെ ആക്റ്റീവായിട്ട് പലരിലും ഇടപെടുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കത് എൻജോയ് ചെയ്യാൻ കഴിയുന്ന എന്താണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ആ വർക്കാണ്. ആ കമ്മിറ്റ്മെൻറ്റ് ഞാനൊരു ആശയം ഏറ്റെടുക്കുന്ന ആശയത്തിൽ വളരെ സ്റ്റഡീഡാണ്, അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് അറിയാം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വിജയത്തിലെത്തിക്കും. ഇനി അത് നഷ്ടങ്ങളാണെങ്കിലും ആ നഷ്ടത്തെ കവർ ചെയ്തുകൊണ്ട് വിജയിക്കാനുള്ളൊരു പ്ലാനിങ് അവിടെ വരുന്നുണ്ട്. വരുമ്പോൾ വീണ്ടും അതിനെ കവർ ചെയ്ത് വരുന്നുണ്ട്, അതിൽ സന്തോഷം കാണുന്നു. ആ സന്തോഷമാണ് മനുഷ്യന് ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും
അവരൊരിക്കലും ഇത്തരത്തിൽ ഡ്രഗ്സിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അത് അവരുടെ ദൗർബല്യമാണ്, ഒരു സംശയം വേണ്ട. സമ്മർദ്ദങ്ങളാണ് ലഹരി ഉപയോഗത്തിലേക്ക് വഴിമാറുന്നതെന്ന കാപട്യത്തെ പൊളിക്കുകയാണ് ശ്രീ NCP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടി. അതോടൊപ്പം തന്നെ PC ചാക്കോ അദ്ദേഹം തെളിച്ച വഴിയെ തന്നെ അദ്ദേഹവും പുറത്തേക്ക് പോയ ഒരു സാഹചര്യവും അദ്ദേഹം തുറന്നു കാട്ടപ്പെടുകയുണ്ടായി. അടുത്തയാഴ്ച മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം.